ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ ഫതാ അംസ വഅസ്ബഹ ളാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എന്താ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? മരണത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയും ബോധവും ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിഫലിക്കണം എന്നുള്ള വിഷയമാണ്. തസവ്വദ് മിനത് തഖ്വ, നീ നിൻ്റെ ഈ ഭൗതിക യാത്രയിൽ പാതേയമായി യാത്രാവിഭവമായി തഖ്വയെ വർദ്ധിപ്പിച്ചോ എന്നാണ്. തസവ്വദ് മിനത് തഖ്വ. തസവ്വദ് എന്ന് പറഞ്ഞാൽ എന്താ? തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്നുള്ള പറഞ്ഞില്ലേ? തസവ്വദു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ യാത്ര, പാരത്രിക ലോകത്തേക്കുള്ള യാത്ര, അതിൽ പാതയം നമുക്കുണ്ടാവണം, യാത്രാ ഭക്ഷണം ഉണ്ടാവണം. അതെന്തായിരിക്കണം? തഖ്വയായിരിക്കണം. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി, കാരണം നിനക്കറിയില്ല, ഹൽ തഈശു ഇലൽ ഫജ്രി, ഫജ്ർ വരെ നീ ജീവിക്കുമോ എന്ന്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ഇരുട്ട് മുറ്റിയാൽ പിന്നെ ഫജ്ർ വരേക്കും ജീവിക്കുമോ എന്ന് ഗ്യാരണ്ടി പറയാൻ നിനക്കാവില്ല. മരണം വരും. അതുകൊണ്ട് മരണത്തേറിലേറിയിട്ടുള്ള പരലോക യാത്രയിൽ തഖ്വയാണ് പാതേയം. അത് നീ നിനക്കായി വർദ്ധിപ്പിച്ചോ, ഉണ്ടാക്കിക്കോ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വകം മിൻ ഫതാ അംസ വഅസ്ബഹ ളാഹികൻ, എത്രയെത്ര യുവാക്കൾ അവരുടെ പ്രഭാത പ്രദോഷങ്ങളിൽ അവർ കളിചിരിയിലാണ്. പക്ഷേ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവന് ചുറ്റിപ്പൊതിയാനുള്ള കഫം പുടവ അത് നെയ്യപ്പെട്ടിട്ടുണ്ട്, അതവൻ അറിയണില്ല. അതിലേക്ക് കണ്ണു നട്ടാണ് ഒരു വേള അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, എത്രയെത്ര മണവാട്ടികൾ ഭർത്താവിന് വേണ്ടി അവരെ അണിയിച്ചൊരുക്കി. പക്ഷേ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി, ഖദറിൻ്റെ രാവിൽ ഈ അറയിൽ അവരുടെ ആത്മാവിനെ പിടിക്കാനുള്ള വിധി നിർണയം നടന്നിട്ടുണ്ട്. ആ വിധി നിർണയം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ മണവാട്ടിയെ പുതുമണവാട്ടിയാക്കിയിട്ട് അവർ ഒരിക്കലും ഒരുക്കൂല. പിന്നെയോ അവർ ഈ കഫം പുടവ പൊതിയാൻ മരണത്തിന് അതിനെ ഒരുക്കുകയാണ് ചെയ്യുക. പക്ഷേ അറിയില്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, അരോഗ ദൃഢഗാത്രൻ, ആരോഗ്യവാൻ എത്ര പേർ ഒരു രോഗവുമില്ലാതെ മരണത്തിന് വിധേയനായി. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി, രോഗത്തിൽ വേപത് കൊണ്ട് പ്രയാസപ്പെട്ട് എത്രയാൾ കഴിയുന്നു, അവർ മരിക്കുന്നില്ല. ആശ ഹീനം മിനദ് ദഹ്രി, ദീർഘകാലം ജീവിക്കുന്നു. അപ്പം രോഗി ജീവിക്കുന്നു, ആരോഗ്യവാൻ മരിക്കുന്നു. ഇതൊക്കെയാണ് മരണത്തിനു വിശേഷം.